നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇടുക്കി ജില്ലയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വൈദ്യുതി മുടക്കം ഒഴിവാക്കാൻ സമഗ്ര പദ്ധതി തയ്യാറാക്കുമെന്ന് പി ടി തോമസ് എം പി. വിദ്യാഭ്യാസ വായ്പയുടെ പലിശ എഴുതിത്തള്ളണമെന്നാവശ്യപ്പെട്ട് കർഷക സംഘടനാ ഐക്യവേദി ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ ധർണ നടത്തി. വണ്ണപ്പുറം കൂവപ്പുറം അമ്പലം റോഡ് കയ്യേറുന്നതായി പരാതി. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കി ജില്ലയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വൈദ്യുതി മുടക്കം ഒഴിവാക്കാൻ സമഗ്ര പദ്ധതിക്ക് രൂപരേഖയായതായി പി ടി തോമസ് എം പി. ഇടുക്കി ജില്ലാതല വൈദ്യുതി പ്രശ്നം ചർച്ച ചെയ്യാൻ തൊടുപുഴ വൈദ്യുതി ഭവനിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു എം പി. ആ മീറ്റിംഗിൽ നമ്മൾ ചില കാര്യങ്ങൾ തീരുമാനമെടുത്തിരുന്നു. ആ തീരുമാനങ്ങൾ ഇതിൻ്റെ ഒരു കോർഡിനേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ജനറേഷൻ, ട്രാൻസ്മിഷന്റെ ഓരോ സെക്ടർ തിരിച്ചുള്ള കോർഡിനേഷൻ ഉണ്ടാകണം. അതുപോലെ തന്നെ വൈദ്യുതി തടസ്സം വരുമ്പോൾ ഉണ്ടാകുന്ന നടപടികൾ എന്താണ്. അതുപോലെ തന്നെ രാജാക്കാട് ചില സ്ഥലങ്ങളിലൊക്കെ രാജാക്കാട് ഫീലറിന്റെ കാര്യം പറഞ്ഞു. ചെങ്കുളം പവർ ഹൗസിന്റെ ഇൻസ്റ്റാളിംഗ് 11 ട്രാൻസ്ഫോമറിന്റെ കാര്യം പറഞ്ഞിരുന്നു. ആനവെങ്കൽ ഫീലറിന്റെ കാര്യം പറഞ്ഞിരുന്നു. മൂലമറ്റം വാഴത്തുമ്പോൾ റീകണ്ടക്ഷന്റെ കാര്യം പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ കംപ്ലീഷൻ ഓഫ് പള്ളം കാഞ്ഞിരപ്പള്ളി ലൈൻ അപ്ഗ്രേഡേഷൻ പറഞ്ഞിരുന്നു. വൈനാട് ആസ്ഥാനമായി ഒരു 220 kV സബ്സ്റ്റേഷന്റെ കാര്യം നമ്മൾ സംസാരിച്ചിരുന്നു. പ്രൊമോഷൻ ഓഫ് ട്രാൻസ്മിഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ ഡിവിഷന്, അതുപോലെ തന്നെ സ്ഥിരമായി കംപ്ലൈന്റ് ചെങ്കുളം, മൂലമറ്റം, മൂഴിയാർ പള്ളം, നേരിമംഗലം മുരിക്കാശ്ശേരി, കുത്തുങ്കൽ നെടുങ്കണ്ടം കുമളി, കട്ടപ്പന പീരുമേട്, കുമളി വണ്ടൻമേട്, ചിത്തിരപുരം, മറയൂർ വട്ടവട, ഉടുമൽപേട്ട കുയിലിമല ജില്ലാ ആസ്ഥാനം എന്നീ വ്യത്യസ്ത ലൈനുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സമഗ്ര പദ്ധതിയാണ് നടപ്പിലാക്കുവാൻ തയ്യാറാകുന്നത്. വണ്ണപ്പുറം, മുട്ടം, മുരിക്കാശ്ശേരി, വണ്ടൻമേട്, കുമളി, കുത്തുങ്കൽ, സേനാപതി, കുയിലിമല സബ്സ്റ്റേഷനുകൾ വേഗത്തിലാക്കുവാനും കട്ടപ്പന പീരുമേട് സബ്സ്റ്റേഷൻ നവീകരിക്കുവാനുള്ള വിപുലമായ പദ്ധതികൾക്ക് രൂപരേഖ ആയതായും എം പി അറിയിച്ചു. രാജീവ് ഗാന്ധി ഗ്രാമീണ വൈദ്യുതീകരണ പദ്ധതിയുടെ 2ാം ഘട്ടം, തൊടുപുഴയിൽ നടന്നുവരുന്ന വൈദ്യുതി വിതരണ ആധുനീകരണ പദ്ധതി തുടങ്ങിയവയും സമഗ്ര വൈദ്യുതി വികസനത്തിന്റെ ഭാഗമാണ്. മാങ്കുളം, തൊട്ടിയാർ, അപ്പർ കല്ലാർ, പീച്ചാട്, വെസ്റ്റേൺ കല്ലാർ, പള്ളിവാസൽ എക്സ്റ്റൻഷൻ പദ്ധതികളുടെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുവാൻ യോഗം തീരുമാനിച്ചു. തൊടുപുഴ സർക്കിൾ സംസ്ഥാനത്തെ ഏറ്റവും നല്ല സർക്കിളിനുള്ള അവാർഡ് കരസ്ഥമാക്കിയതിൽ എം പി അനുമോദനം അറിയിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഇന്ദു സുധാകരൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ പി വർഗീസ്, ഹരീഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിജു എൻ കെ, ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാരായ ഷാജി പീറ്റർ കല്ലട, എം ജി മോഹൻ, സിജി ജോസ്, രാധാകൃഷ്ണൻ, ജില്ലയിലെ 12 എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ, സബ് എഞ്ചിനീയർമാർ തുടങ്ങി 100ഓളം ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. മഞ്ഞള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റൂബി തോമസ് രാജിവെച്ചു. റൂബി തോമസിനെതിരെ ഭരണകക്ഷി അംഗങ്ങൾ നൽകിയ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാനിരിക്കെയാണ് തിങ്കളാഴ്ച വൈകിട്ട് 5 മണിയോടെ റൂബി രാജിവെച്ചത്. 13 അംഗ പഞ്ചായത്ത് ഭരണസമിതിയിൽ 11 പേരും UDF അംഗങ്ങളാണ്. പ്രസിഡന്റ് ഒഴികെയുള്ള UDF അംഗങ്ങൾ യോഗം ചേർന്ന് അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ തീരുമാനിച്ചതിനെ തുടർന്നാണ് രാജി. കർഷക സംഘടനാ ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ മിനി സിവിൽ സ്റ്റേഷന് മുൻപിൽ ധർണ നടത്തി. വിദ്യാഭ്യാസ വായ്പയുടെ പലിശ എഴുതിത്തള്ളുക എന്നാവശ്യമുന്നയിച്ചായിരുന്നു ധർണ. കർഷക ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ജോസ് ചെമ്പേരി ധർണ ഉദ്ഘാടനം ചെയ്തു. വിവിധ രാഷ്ട്രീയ സംഘടനാ നേതാക്കളായ VV മത്തായി, PP ജോയി, മനോജ് കോക്കാട്ട്, ജോർജ് അഗസ്റ്റിൻ തുടങ്ങിയവർ സംസാരിച്ചു. 2003 മുതൽ 2009 വരെ വിദ്യാഭ്യാസ വായ്പയെടുത്ത് കുടിശ്ശികയായവരാണ് ധർണയിൽ പങ്കെടുത്തത്. വലിയൊരു തീരുമാനം പ്രഖ്യാപിച്ചു. പലിശ സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുക്കുമെന്ന്. ഞാനൊരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുക. ഈ സംസ്ഥാനത്തെ ബാങ്കുകാർ പുറപ്പെടുവിച്ച കണക്കുണ്ട്. ബാങ്കിങ് അവലോകന സമിതി പുറപ്പെടുവിച്ച കണക്കനുസരിച്ച് 3,68,703 കുടുംബങ്ങൾക്കാണ്, വിദ്യാർത്ഥികൾക്കാണ് ഒരു വിദ്യാഭ്യാസ വായ്പ നൽകിയിരിക്കുന്നത്. അത് അവരുടെ കണക്കാ. ഇത് നമ്മളാരും പറയുന്ന കണക്കല്ല. 3,68,307 പേർക്ക് വിദ്യാഭ്യാസ വായ്പ നൽകി. അങ്ങനെ വിദ്യാഭ്യാസ വായ്പ നൽകിയെങ്കിൽ
ഇപ്പോൾ ഗവൺമെന്റ് പ്രഖ്യാപിച്ച BPL-കാരെ ഇതിനകത്ത് കണ്ടെത്തണമെങ്കിൽ വല്ല ഭൂതക്കണ്ണാടിയും വെച്ച് നോക്കണം. BPL-കാരെന്ന് പറയുന്നവർ 5% പോലും ഇത് വരില്ല. ഒന്നാമത്തെ കാരണം BPL-കാർക്ക് ബാങ്കുകാർ ലോൺ കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെ അവരെടുത്ത് വരുന്നു? അപ്പൊ ഈ വെറും കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടിയുള്ള അഭ്യാസം അവസാനിപ്പിക്കണം. എന്തുകൊണ്ടാണ് പരിചയത്തുള്ളത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്? കർഷക സംഘടന ഐക്യവേദി ആവശ്യപ്പെടുന്നത് മുതലെഴുത്തല്ലോ എന്ന് പറയുന്നില്ല, പലിശ എഴുത്തല്ലോ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെ പലിശ എഴുത്തല്ലോ എന്ന് പറയാനുള്ള ന്യായമായ ഒരു കാര്യമുണ്ട്. 2003 മുതൽ 2009 വരെ വിദ്യാഭ്യാസ വായ്പ എടുത്തവര് അവർക്ക് തൊഴിൽ ലഭിച്ചിട്ടില്ല. അത് അവരുടെ കുറ്റം കൊണ്ടല്ല, അവരുടെ കുറവുകൊണ്ടല്ല. വളരെ പ്രതീക്ഷയോടുകൂടി വിദ്യാഭ്യാസ വായ്പ എടുത്ത് പഠനം നടത്തിയ ആളുകൾക്ക് സാങ്കേതികമായിട്ട് നഴ്സിംഗ്, അതുപോലെ ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങി എഞ്ചിനീയറിംഗ് തുടങ്ങി വിവിധ മേഖലകളിൽ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ ജില്ലാതല പരിപാടി തൊടുപുഴയിൽ നടന്നു. ടൗൺ ഹാളിൽ നടന്ന പരിപാടി മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീലാമ്മ ജോസ് അധ്യക്ഷയായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ നൈറ്റ് സി കുര്യാക്കോസ്, ഷിബിലി സാഹിബ്, കൗൺസിലർ PC ജയൻ, CP കൃഷ്ണൻ, N രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ വിഷയങ്ങളെ അധികരിച്ച് സെമിനാറും സംഘടിപ്പിച്ചു. സാമൂഹ്യ വിഭാഗങ്ങൾ ഒന്നിച്ച് ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണ് ഇന്ന് ഉള്ളത് എന്ന് പറയാതെ നിങ്ങൾക്കറിയാം. സമൂഹത്തിലെ എല്ലാ മതങ്ങളും എല്ലാ വിഭാഗങ്ങളും ഒന്നിച്ചു നിന്ന് പോരാടേണ്ട ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തില് ഇന്ന് അതിനല്പം പോരായ്മകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് സംശയം തോന്നിയിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ വിഭാഗീയമായി ചിന്തിക്കുകയും ഒരു മതം മറ്റൊരു മതത്തെ താഴ്ത്തിക്കെട്ടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരിക്കലും അത് നമ്മുടെ രാജ്യത്ത് പാടില്ലാത്ത കാര്യമാണ്. പട്ടികജാതിക്കാരാണെങ്കിലും പട്ടികവർഗക്കാരാണെങ്കിലും ഈ സമൂഹത്തിന്റെ ഭാഗങ്ങളാണ് എന്ന് നമ്മൾ കാണുന്നു. അവരെ യാതൊരു വേദനിപ്പിക്കുവാനോ ദുഃഖിപ്പിക്കുവാനോ നമ്മൾ മുമ്പോട്ട് പോകാൻ പാടില്ല. പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നത് ആവശ്യത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അവരുടെ കരങ്ങൾ പിടിച്ചുയർത്തുവാൻ വേണ്ടി അവർ ഈ സമൂഹത്തിലെ മാന്യമായി ജീവിക്കേണ്ട ആളുകളാണ് എന്ന് കാണിച്ചു കൊടുക്കുവാൻ കഴിയുന്ന പശ്ചാത്തലത്തിലേക്ക് നമ്മുടെ നാട് മാറിയിരിക്കുന്നു. അതിന് ആ മാറ്റം ഉണ്ടാകും. അതുണ്ടാകണമെങ്കിൽ നമ്മൾ ഏറ്റവും മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികൾ നിങ്ങളുടെ അവകാശങ്ങൾ എന്താണെന്ന് ഇവിടെ നടക്കുന്ന ക്ലാസ്സിലൂടെ പഠിക്കണം. പെരുമ്പിളിച്ചിറ 58, 59 നമ്പർ അംഗൻവാടികൾ പരിസരം ശ്രമദാനമായി ശുചീകരിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികളുമായി സഹകരിച്ചാണ് ശുചീകരണ ജോലികൾ നടത്തിയത്. ഗാന്ധി ജയന്തി വാരാഘോഷത്തിന്റെ ഭാഗമായാണ് പരിസരം ശുചീകരണം നടത്തിയത്. പഞ്ചായത്ത് മെമ്പർ ലൈല ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. KSRTCയിലെ ഒക്ടോബർ മാസത്തെ പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് പെൻഷനേഴ്സ് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ യൂണിറ്റ് ഓഫീസിന് മുൻപിൽ പെൻഷൻകാർ കൂട്ടധർണ നടത്തി. 5-ാം തീയതി നൽകി വന്നിരുന്ന പെൻഷൻ ഇതുവരെയും നൽകാതിരുന്നതിലും എന്ന് തരുമെന്നുള്ള കാര്യത്തിലെ അനിശ്ചിതത്വത്തിലും പ്രതിഷേധിച്ചായിരുന്നു ധർണ.
KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ തൊടുപുഴ യൂണിറ്റ് പ്രസിഡന്റ് ES നാരായണൻ നായർ അധ്യക്ഷതയിൽ സംസ്ഥാന കമ്മിറ്റി അംഗം PD രവീന്ദ്രൻ നായർ ധർണ ഉദ്ഘാടനം ചെയ്തു. വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് MR വിജയൻ, F ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. ഇപ്പോൾ നമുക്കറിയാം, മുമ്പ് നമ്മൾ ഇതേപോലെയൊക്കെ ജോലി ചെയ്തിരുന്ന ആളുകളെ സംബന്ധിച്ച് നമുക്കറിയാം ഇത്രമാത്രം ഈ സ്ഥാപനം നന്നാക്കിയെടുക്കാൻ മാനേജ്മെന്റുമായി സഹകരിക്കുന്ന ഒരു തൊഴിലാളി ഭാഗത്തെ ഒരു പ്രസ്ഥാനത്തിലും കാണാൻ കഴിയില്ല. അത്രയേറെ അനുകൂലമായ ഒരു കാലഘട്ടമാണിത്. തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെയധികം ആത്മാർത്ഥമായി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അത് മുഴുവൻ ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് തൊഴിലാളികളുടെ മാനസികാവസ്ഥയെ കൊണ്ടെത്തിക്കാൻ നമ്മളേതുപോലുള്ള ആളുകൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അക്കാലത്തെ പ്രവർത്തനവും വഴിവെച്ചിട്ടുണ്ട്. അതായത് ഈ സ്ഥാപനത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് മാത്രമല്ല, ഇത് നിലനിർത്തുന്നതിന് മാത്രമല്ല, ഇതിൻ്റെ സംസ്കാരം വളർത്തിയെടുക്കുന്നത് ജനങ്ങളുടെ ഇടയിൽ കൊള്ളാം, KSRTC ആണ് വരേണ്ടത് എന്നുള്ളൊരു സംസ്കാരം വളർത്തിയെടുക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ സ്ഥാപനത്തിനെതിരായി ഈ നാട്ടിലെ സകലവിധ മാധ്യമങ്ങൾ എതിർത്തിരുന്ന ഒരു കാര്യമുണ്ടായി. KSRTC നമ്മുടെ നാടിൻ്റെ ശാപമാണ് എന്നുള്ള രീതിയിൽ പ്രചരിപ്പിച്ചിരുന്ന ഒരു കാര്യം. അതിൽ നിന്ന് മാറി KSRTC ആണ് ഈ നിലനിൽക്കേണ്ട സ്ഥാപനമാണ്. പൊതുജനങ്ങളുടെ യാത്രാ സൗകര്യം ഭംഗിയായി അത് വളരെ മാന്യമായി നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഇത് എന്നുള്ള മട്ടിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാ വിഭാഗം തൊഴിലാളികളുടെ സഹകരണം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അതിനനുസരിച്ച് പ്രവർത്തിക്കുക. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ മാനേജ്മെന്റ് അത്തരത്തിലെല്ലാം നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മുടെ പെൻഷൻകാരെ സംബന്ധിച്ച്. വണ്ണപ്പുറം കൂവപ്പുറം അമ്പലം റോഡ് ഏതാനും വ്യക്തികൾ കയ്യേറ്റം നടത്തുന്നതായി പ്രദേശവാസികൾ. പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും സംയുക്തമായി ടാറിംഗ് പൂർത്തിയാക്കിയ റോഡ് 1.5 മീറ്റർ വീതിയിൽ കയ്യേറിയതായി പറയുന്നു. കയ്യേറ്റത്തിനെതിരെ രൂപീകരിച്ച ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളായ ഗംഗാധരൻ വടക്കേക്കര, സുരേഷ് ബാബു തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. നമ്മൾ പരാതി കൊടുത്തിട്ട് ഏകദേശം 10 ദിവസത്തോളമായി. 108 പേരെ ഒരു ഒപ്പ് ശേഖരിച്ചാണ് പരാതി കൊടുത്തേക്കുന്നത്. ADM-നും കളക്ടർക്കും ജില്ലാ പഞ്ചായത്തിനും പഞ്ചായത്തിലെ ബ്ലോക്ക് മെമ്പർക്ക് അതുപോലെ സകല ആളുകൾക്ക് നമ്മൾ ഈ പരാതി കൊടുത്തിട്ട് അവർ ശരിക്കും പറഞ്ഞാൽ അന്വേഷിക്കാൻ പോലും വന്നിട്ടില്ല. അതായത് ഇപ്പം ഈ കയ്യേറിയേക്കുന്ന വ്യക്തി, റോഡ് കയ്യേറിക്കുന്ന വ്യക്തിയുടെ തൊട്ട അയൽവാസിയാണ് വണ്ണപ്പുറം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. പുള്ളിക്കാരി അതിനകത്ത് വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി പറഞ്ഞത്, നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു, ബാക്കി നടപടി അവർ സ്വീകരിച്ചോളാന്നാണ് അവർ അവകാശപ്പെടുന്നത്. നമ്മളതിൻ്റെ അത് ഒരു ഫോട്ടോ കോപ്പി ഉണ്ട്, മറ്റേ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അത് ഇലക്ട്രിക് പോസ്റ്റ് റോഡിൻ്റെ അകത്ത്, റോഡിൽ നിന്ന് ഇലക്ട്രിക് പോസ്റ്റും തെങ്ങും 8 മീറ്റർ വീതിയുള്ള റോഡിൻ്റെ സൈഡിൽ നിന്ന് തെങ്ങും പോസ്റ്റും നിലവിലിപ്പം അവർ മതിലിൻ്റെ അകത്താക്കി കയ്യേറിയിക്കുകയാണ്. അതിൽ ഞങ്ങൾ ആദ്യം സ്റ്റേഷനിൽ ചെന്ന് ബന്ധപ്പെട്ട് ഈ മതിൽ കെട്ടാൻ നേരത്തെ ഞങ്ങൾ സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞു. അപ്പം അവരുടെ ഭാഗത്തുനിന്ന് അന്നേരം ഒരു പ്രതികരണം ഉണ്ടായില്ല. പിന്നെ ഞങ്ങൾ കുറേ ആൾക്കാർ ചേർന്ന് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം SI ഒരു പോലീസുകാരും കൂടെ ഞങ്ങൾ വണ്ടി വിളിച്ച് അവിടെ ചെന്ന് അവരെ കൂട്ടിക്കൊണ്ട് വന്ന് അവരവിടുന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് ബോധ്യമായതാണ് 6.5 മീറ്റർ ഉള്ളൂ. 8 മീറ്റർ റോഡിന്റെ സ്ഥാനത്ത് 6.5 മീറ്റർ വഴിയേ ഉള്ളൂ. അത് അവർക്ക് ബോധ്യപ്പെട്ട് പോയേക്കുന്ന കേസാണ്. പിന്നെ പഞ്ചായത്ത് ഞങ്ങൾ പരാതി കൊടുത്തിട്ട് അവര് അന്നുകൊണ്ട് പഞ്ചായത്ത് സെക്രട്ടറി ലീവാക്കില്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി ജില്ലയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വൈദ്യുതി മുടക്കം ഒഴിവാക്കാൻ സമഗ്ര പദ്ധതി തയ്യാറാക്കുമെന്ന് PT തോമസ് MP. വിദ്യാഭ്യാസ വായ്പയുടെ പലിശ എഴുതിത്തള്ളണമെന്നാവശ്യപ്പെട്ട് കർഷക സംഘടനാ ഐക്യവേദി ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ ധർണ നടത്തി. വണ്ണപ്പുറം കൂവപ്പുറം അമ്പലം റോഡ് കയ്യേറുന്നതായി പരാതി. അവസാനിക്കും. നമസ്കാരം.